ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആ ഒരു ഐറ്റം നമ്മുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ എവിടെ പോയി തപ്പിയാലും നിങ്ങൾക്കത് കിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ആ മോഡൽ ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതുപോലെ ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെയിനാണ് കേട്ടോ, ലോങ് ചെയിനാണ്. ഇതിങ്ങനെ നമുക്ക് മീറ്ററായിട്ട് കിട്ടും വാങ്ങിക്കാനായിട്ട്. പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിനാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസ് എടുക്കണം. ഇതാണ് ഫ്യൂസ് സ്റ്റാർ. നമുക്കിതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാനുള്ള ഒരു ഐറ്റമാണ് ഫ്യൂസ് സ്റ്റാർ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് ഐറ്റം വരുന്നത്, ഫ്യൂസ് സ്റ്റാറും ഗോൾഡ് ചെയിനും. ഇതിലേക്ക് ഞാൻ ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. 2 കളർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ത്രെഡിലാണ് കേട്ടോ ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബാക്ക് ചെയിൻ ആയാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സൈഡ് റിങ് വേണം. അപ്പോൾ അതവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വിട്ടുപോയതാണ് കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ചെയിൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ചെയിൻ്റെ സൈഡിൽ ആ കട്ട് ചെയ്ത പീസൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ. അത് ഇതുപോലെ നമ്മൾ വലിച്ച് കളയണം. അത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് നമ്മൾ പ്ലെയർ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോരും. അത് ശ്രദ്ധിക്കണം. ആ പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കളഞ്ഞിട്ട് വേണം ചെയിനിലേക്ക് കോർത്ത് കൊടുക്കാനൊക്കെ കേട്ടോ. ആദ്യം നമുക്ക് 2 സൈഡിലും സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈഡ് റിങ് നമുക്ക് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മളിവിടെ ഫ്യൂസ് സ്റ്റാറാണ് എടുക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെയിൻ വളരെ അതിൻ്റെ ഉള്ളിൽ ഹോള് വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്യൂസ് സ്റ്റാർ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്യൂസ് സ്റ്റാർ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ളൊരു മുട്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യാതെ നമുക്കിതിൽ ചെയ്യാം. ചെയിനിലേക്ക് നമ്മൾ കോർത്തിട്ട് ആ മുട്ടൊന്ന് ജസ്റ്റ് മുകളിലേക്ക് ചെറുതായിട്ടിട്ട്, ഒരുപാട് നീളത്തിൽ മുകളിലേക്ക് മടക്കി വെക്കരുത്. ചെറുതായിട്ട് ആ ചെയിൻ്റെ അടുത്ത് തന്നെ മുകളിലൊന്ന് മടങ്ങിയിരിക്കുന്ന പോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് സൈഡ് റിങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സൈഡ് റിങ് ഇടുക. അതിന് ശേഷം നമ്മൾ ആ ഒരു കമ്പി ഈ ഒരു മുട്ടിൻ്റെ താഴെയായിട്ട്, ചെയിനുമ്മ ടച്ച് ചെയ്യരുത്, നമ്മൾ ആ മുട്ട് ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോഴാണ് ഇത് കറക്റ്റ് നമ്മൾ കണക്ട് ചെയ്തതൊന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മുട്ട് വരുന്ന ഭാഗം മുകളിലേക്ക് പതുക്കെ മടക്കി വെച്ചിട്ട് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ചെയിനിൽ ചുറ്റാനും പാടില്ല, എന്നാൽ നമ്മുടെ കമ്പി അവിടെ ഉറച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫ്യൂസ് സ്റ്റാറിൻ്റെ അറ്റത്ത് തന്നെ ചുറ്റും വേണം. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതുപോലെ നമ്മുടെ കമ്പി ഒന്ന് ചുറ്റി ഒരു 3-4 ചുറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ചുറ്റുമ്പോൾ നമ്മൾ ചെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ ചുറ്റാനും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളത് വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ചെയിൻ കറക്റ്റ് ലെവലിൽ നിൽക്കില്ല. ഇനി നമ്മളത് കട്ട് ചെയ്ത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളവിടെ അങ്ങനെ ഒരു കമ്പി ചുറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും സൈഡ് റിങ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ചെയിനാണെന്ന് തോന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കമ്പി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കട്ട് ചെയ്ത കമ്പി ഒന്ന് ജസ്റ്റ് പ്രസ്സാക്കി കൊടുക്കുക. അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു കമ്പി ചുറ്റിയത് തന്നെ നമ്മൾ അറിയില്ല. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ചെയ്ത് അങ്ങനെ പഠിക്കരുത്. നമ്മൾ പതുക്കെ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു വട്ടം തെറ്റിയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. നമ്മളത് 1, 2, 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൽ പെർഫെക്റ്റ് ആവും. എങ്കിലേ നമുക്കതിൽ ശരിയാക്കി നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇതൊക്കെ ചെയ്ത് പഠിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡ് റിങ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബീഡ്സ് കുറക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്നും കൂടി അത് കാണിച്ചു തരുന്നത്. ഇതുപോലെ ആ ഒരു മുട്ടിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ സൈഡ് റിങ് വെച്ചിട്ട് വേണം നമ്മൾ കമ്പി വളയ്ക്കാൻ. അതിന് ശേഷം ചുറ്റേണ്ടത് ആ ഒരു മുട്ടിൻ്റെ അറ്റത്തിലൂടെ വേണം. ഇതുപോലെ ചെയിൻ നമ്മളവിടെ സ്ട്രെയിറ്റ് പിടിക്കണം. ഇല്ലെങ്കിൽ ചെയിൻ വളഞ്ഞു പോകും. നമ്മൾ ചെയിനിലേക്ക് ടച്ച് ചെയ്ത് കമ്പി വന്നു കഴിഞ്ഞാൽ ചെയിൻ അവിടെ കറക്റ്റ് നിൽക്കില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ ചെയിൻ കഴിയാറായി. ഇനി അത് കഴിഞ്ഞാൽ മോതിരം കൂടി കഴിഞ്ഞാൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് കഴിയും. പക്ഷേ നമ്മൾ ഫ്രീ ക്ലാസ് കൊടുത്തു എന്നുണ്ടെങ്കിലും കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ക്ലാസ് പഠിപ്പിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സെക്ഷൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. മെറ്റീരിയലും ആവശ്യമുള്ളവർക്ക് അതും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പറഞ്ഞു തരും. അപ്പോൾ നമ്മളിനി നമ്മുടെ
മാലയുടെ മെയിനായിട്ടുള്ള ആ ഒരു വർക്കിലേക്ക് വരികയാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ മാല സെറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് മനസ്സിലാക്കണം. ചെയിൻ്റെ ഇതുപോലെ വെച്ചതിന് ശേഷം സെൻറ്റർ മനസ്സിലാക്കിയിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും കുറച്ച് ബീഡ്സാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. ഹെവി ഒരു നെക്ലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 2 കഴുത്തിൻ്റെ 2 സൈഡും നിറച്ച് വരുന്ന രീതിയിലും ഈ ഒരു മാലയിൽ നമുക്ക് ഈ ബീഡ്സ് കോർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഗുങ്കുരു ചെയ്യണ പോലെ ഫ്യൂസ് സ്റ്റാറിലേക്ക് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. ഇനി നമ്മളിത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നത്, ഞാൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയിനിൻ്റെ ആ ഒരു ഹോളിലൂടെ നമ്മുടെ ഗുങ്കുരു ഇട്ടിരിക്കുന്ന ആ ഒരു ഫ്യൂസ് സ്റ്റാർ കോർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കണം, ചെയിൻ ശരിക്ക് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് താഴേന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ ഇതുപോലെ കോർത്തെടുക്കുക. ചെയിൻ വളഞ്ഞു പോകരുത്. അതെല്ലാ ബീഡും നിങ്ങൾ ഇതുപോലെ കോർക്കുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പിടിച്ച അതേ രീതിയിൽ പിടിച്ചിട്ട് തന്നെ വേണം നമ്മൾ ഗുങ്കുരൂസ് കോർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളിതുപോലെ കോർത്തതിന് ശേഷം കമ്പി ഇതുപോലെ ഒന്ന് വളയ്ക്കുക. വളച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബീഡ്സ് കുറച്ച് താഴേക്ക് നിൽക്കണം. ചെയിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി കമ്പി നമ്മളവിടെ നിൽക്കണം. നമുക്ക് ചുറ്റിയെടുക്കാനാണ്. ആ കമ്പി നിൽക്കുന്ന സ്ഥലത്ത് വേണം ചുറ്റാനായിട്ട്. ബീഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. നന്നായിട്ട് 2-3 ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് കമ്പി കട്ട് ചെയ്ത് മാറ്റി പ്ലയർ വെച്ചിട്ട് ആ ഒരു കമ്പി അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ആ ബീഡിൻ്റെ മുകളിലേക്കായിട്ട് പ്രസ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. ഗുങ്കുരു തന്നെയാണ്, പക്ഷെ നമുക്ക് ഗുങ്കുരു ഡയറക്റ്റ് ഇതിലേക്ക് കോർക്കാൻ പറ്റില്ല. നമ്മൾ സൈഡ് റിങ് ഇട്ട് ഗുങ്കുരു കോർത്ത് കൊടുത്താൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടൂല, ഗ്യാപ്പ് വരും അവിടെ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് നമുക്കതിൽ കോർത്ത് കഴിയുമ്പോൾ വരുന്നത്. അത് കുറച്ച് ഫ്ലെക്സിബിളും ആയിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. മണി അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുകയൊന്നുമില്ല. അത് നമ്മൾ കോർക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബീഡിൻ്റെ മുകളിലായിട്ട് ചെയിൻ്റെ താഴെയായിട്ടുള്ള ഗ്യാപ്പിൽ വേണം നമ്മൾ കമ്പി ചുറ്റി കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം ഒറ്റ കളറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതൊരു ഭംഗിയില്ല എന്ന്. അങ്ങനെ ഞാൻ ഡബിൾ കളർ എടുത്തതാണ്. നല്ല ഭംഗിയായിട്ടോ, ഈ 2 കളർ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നു. ഒറ്റ കളറിൽ ചെയ്തെങ്കിൽ ഇത്രയും ഭംഗി കിട്ടില്ലായിരുന്നു എന്ന് എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട് 2 കളറിൽ ചെയ്തതെന്നുള്ളത്. സെയിം അതേ രീതിയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ കളറും കോർത്തു ബീഡിൻ്റെ ഉള്ളിലൂടെ. പിന്നെ വലിയ ബീഡ്, ക്രിസ്റ്റൽ ബീഡ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചെയിൻ വീതി കുറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ക്രിസ്റ്റൽ ബീഡ് എടുക്കരുത്. ഒരു 2mm 3mm ആ ഒരു ബീഡ് എടുക്കാവൂ കേട്ടോ. 2mm ആയിരിക്കും നല്ലത്. ആ ഒരു ബീഡ് എടുത്താൽ മതി. അല്ലെങ്കിൽ മാക്സിമം 3mm. അതിൽ വിട്ട് നിങ്ങൾ വലിയ ബീഡ് എടുക്കരുത്, സൈസുള്ള ബീഡ് എടുക്കരുത്. അതുപോലെ നമ്മൾ ഫസ്റ്റ് കോർത്ത ആ ഒരു ബീഡിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ ലെവലിൽ തന്നെ നിൽക്കണം രണ്ടാമത്തെയും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ചെയിൻ എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റിലെ ബീഡ് കോർത്തപ്പോൾ ചെയിൻ പിടിച്ചത് അതേ രീതിയിൽ തന്നെ പിടിച്ചിട്ട് വേണം ചെയിൻ കോർത്തെടുക്കാനും. അടിയിൽ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ കോർത്തിട്ട് നമ്മളത് ചുറ്റി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പീഡിൽ ചെയ്ത് പോകരുത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്പീഡിൽ ചെയ്ത് പോകരുത്. കുറച്ച് പ്രാക്ടീസ് ഉള്ളവരായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ഭംഗി വരുന്നത് ഈ ബീഡ്സ് കോർക്കുന്നതിലാണ്. അപ്പോൾ അത് ഒരു ബീഡ് കയറി ഒരു ബീഡ് ഇറങ്ങിയൊക്കെ ഇരുന്നാൽ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിഗിനറാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നിങ്ങൾ പതുക്കെ തന്നെ ചെയ്താൽ മതി. ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആവണം. നമുക്കിത് രണ്ടാമത് അഴിച്ച് കോർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫ്യൂസ് സ്റ്റാർ നമ്മൾ കട്ട് ചെയ്തൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞാൽ പിന്നെ ചുറ്റിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ പീസ് അങ്ങോട്ട് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ ബീഡും കോർത്ത് കഴിഞ്ഞു. കണ്ടോ, ഇനി നമുക്ക് കുറച്ച് ബീഡ് കോർത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഭംഗിയെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ 2 ബീഡ് കോർത്തുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല, ഭംഗിയുണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ബീഡ്സ് അത് ഫുള്ള് കോർത്ത് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റുക. നേരത്തെ പറഞ്ഞ പോലെ 2 ബീഡും ലെവലായിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതാരും ശ്രദ്ധിക്കാതെ പോകരുത്. സ്പീഡിൽ കോർത്ത് പോകുമ്പോൾ നമ്മൾ ലെവൽ നോക്കണം. അപ്പോൾ ഈ വീണ്ടും നമുക്കിനി അടുത്ത കളർ ബീഡ് അങ്ങനെ ഞാൻ ഒന്നിടവിട്ടിട്ടായി. നിങ്ങൾക്ക് മൾട്ടി കളർ ചെയ്യാം കേട്ടോ. ഇത് പല കളർ എടുത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് പോവാം, അതും ഭംഗി ഉണ്ടാവും. മൾട്ടി കളർ വരുമ്പോഴും എടുക്കുന്ന കളർ കോൺട്രാസ്റ്റ് ആയാൽ മതി. മൾട്ടി കളർ എടുത്തു കഴിഞ്ഞാൽ അതും നല്ല രസമായിട്ട് തന്നെ വരും. സിംഗിൾ കളറിനേക്കാളും ഭംഗി ഉണ്ടാവും. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടും ചെയ്യാമല്ലോ മൾട്ടി കളറൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതിനെ പറ്റിയൊരു ഇയറിങ്സും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇയറിങ്സ് കാണിക്കുന്നില്ല, അതും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ട് കോർത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഫുള്ളായിട്ട് ചെയ്താൽ നമുക്ക് പാദസരമായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും 2 സൈഡിലേക്കും കൂടുതലായിട്ട് കോർത്താലും അതും ഭംഗി ഉണ്ടാവും കേട്ടോ. പാദസരം നമുക്കിപ്പോൾ ഇങ്ങനെ മോഡൽ വരുന്നുണ്ടല്ലോ, ഒരു സൈഡിൽ മാത്രം വർക്ക് വരുന്ന രീതിയിൽ, അതും ചെയ്ത് കഴിഞ്ഞാലും പാദസരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പാദസരത്തിൻ്റെ കൊളുത്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ചെയ്തും പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.